പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലജി അഭിയും കൂടി ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ. അവർ ചെയ്യുന്നതെല്ലാം പാളിപ്പോവാണല്ലോ. അപ്പം അതിനെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനാമികയുടെ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോൾ രണ്ടാമത്തെ തവണയാണല്ലോ അവർക്കിപ്പോൾ ഇങ്ങനെ ഒരു പണി കിട്ടുന്നതെന്ന് പറയും. അപ്പോൾ അതിപ്പോൾ അവരോട് ആരാ ഈ സമയത്ത് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നൈനി ആദർശം തന്നെ ആ പലഹാരം കഴിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇടയ്ക്ക് കയറി വന്നുകൊണ്ടല്ലേ ഇതിപ്പോൾ അവർക്കും കൂടെ ചേർത്ത് പണി കിട്ടിയത് എന്ന് പറയട്ടെ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നവ്യ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയും, ഒരു ഗൂഢാലോചനയില്ല, ഞങ്ങൾ അമ്മയും മോനും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു എന്ന് പറയട്ടോ. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കുമല്ലോ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയേ. പിന്നെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മായി എന്തായാലും പലഹാരത്തിൽ മായം ചേർക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് എനിക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലിൽ വിഷം ചേർത്തത് ആരാന്നൊക്കെ എനിക്ക് അറിയാമെന്നും അറിയൂ കേട്ടോ. അപ്പോൾ ഇവിടെ അതുപോലെ നിങ്ങളൊക്കെ തന്നെയായിരിക്കും അതിലെന്തെങ്കിലും മായം കലർത്തിയതെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ സമയത്ത് ഈ പരിസരത്ത് പോലും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് പണി ഒപ്പിച്ചിട്ട് നിങ്ങളങ്ങ് മാറി നിന്നതായിരിക്കും എന്ന് പറയുകയാണേ. അപ്പോൾ ജലജയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ജലജ പറയുന്നുണ്ടായിരുന്നു, ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല, നീ ഇവളുടെ വായിൽ വല്ല തുണിയും വെക്കടാന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളാണിത് ചെയ്തതെങ്കിലും നിങ്ങളുടെ മകനും കൂടെ അത് അനുഭവിച്ചിട്ടുണ്ട്. ഇവൻ കുറച്ച് മുന്നേ ഇവിടെ കിടന്നിങ്ങനെ മരണവെപ്രാളത്തിൽ ഓടുമായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ ആയിരിക്കും ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത്, നിനക്കല്ലേ അനാമികയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നൊന്നും ഇഷ്ടമില്ലാത്തതെന്ന് പറയുമ്പോൾ അത് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പം നവ്യാണെങ്കിലും പറയും, ഓ പിന്നെയെന്ന് പറയും കേട്ടോ. അപ്പോൾ ജലജ പോയി കഴിയുമ്പോൾ അഭിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ തന്നെയാണോ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത്, നിനക്കാണല്ലോ അനാമികയുടെ അച്ഛനും അമ്മയൊന്നും ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമില്ലാത്തത്, നിനക്കും നിൻ്റെ അനിയത്തിക്കും എന്നൊക്കെ പറയൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് എല്ലാവരോടും ചെന്ന് പറയേ ഞാനാണിത് ചെയ്തതെന്ന്, എന്നിട്ട് അവരെന്നോട് ചോദിക്കാൻ വരട്ടെ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ആര് ചോദിക്കാൻ വന്നാലും ഒരു കുഴപ്പമില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ കള്ളത്തരങ്ങൾ ചെയ്യുന്നത് ആരാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആരും എൻ്റെ മുന്നിൽ ഇങ്ങനെ വലിയ ആളാവാനൊന്നും നിൽക്കണ്ട, എൻ്റെ മുകളിൽ സംസാരിക്കാനും നിൽക്കണ്ട എന്നൊക്കെ അബീനോട് നന്നായിട്ട് തന്നെ നവ്യ തിരിച്ച് മറുപടിയും പറയുന്നുണ്ടായിരുന്നേ. പിന്നെ നന്ദു ആണെങ്കിൽ നയനെ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് നന്ദു വിളിച്ചത്. അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ലീവാണ്, അപ്പോൾ നാളെ എടുത്തു തരാം എന്നാണ് പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അധികം വൈകിപ്പിക്കേണ്ട കേട്ടോ എന്ന് പറയും. എന്നിട്ട് കോള് കട്ട് ചെയ്യുകയാണേ. പിന്നീട് ദേവയാനിയാണെങ്കിലും നയനയുടെ ഫോട്ടോ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഇവളോടുള്ള സ്നേഹം കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല, ഇവളിങ്ങനെ ഓരോരോ ദിവസം കൂടുന്തോറും സൗന്ദര്യം കൂടിക്കൂടി വരികയാണല്ലോ. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ എന്തൊരു നിഷ്കളങ്കതയാണ്, ഞാനിതെന്തേ നേരത്തെ തിരിച്ചറിയാതെ പോയത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് പിന്നെ ദേവയാനിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകളെ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ കുട്ടി ചാനലിലാണ്. അപ്പോൾ ആ കുട്ടീനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നയന ഇങ്ങനെ പുതിയൊരു നെക്ലേസ് അണിഞ്ഞ് നിൽക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കുട്ടി പറയും, ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ നയനയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വരാതിരുന്നത് ആൻറ്റിക്ക് ആൻറ്റിയുടെ മരുമോളെ ഇഷ്ടമില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, മോളുടെ അമ്മ എൻ്റെ നല്ല സുഹൃത്തായതുകൊണ്ട് ഞാൻ അവളോട് എല്ലാ കാര്യവും പറയാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല, എനിക്ക് എൻ്റെ മരുമോളോട് ഇങ്ങനെ ഒരു സ്നേഹക്കുറവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല, സ്നേഹ കൂടുതലേ ഉള്ളൂ എന്ന് പറയട്ടെ. പക്ഷേ അത് അവൾ ഉൾപ്പെടെ മറ്റാർക്കും അറിയില്ല എന്ന് പറയും. എന്നിട്ട് മോൾ ആ വൈറലായ വീഡിയോ വെച്ചിട്ട് നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി, അത് കണ്ട് എൻ്റെ മരുമോൾ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടിയാണെങ്കിലും അതൊക്കെ സമ്മതിക്കുന്നുണ്ട്, ശരി ആൻറ്റി എന്നൊക്കെ പറയും, ഞാൻ നാളെ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കോൾ കട്ട് ചെയ്യാണ്. പിന്നീട് നമ്മുടെ ജയനെ കാണിക്കുന്നുണ്ട്. ജയനാണെങ്കിൽ ന്യൂസ് ചാനൽ വെച്ച് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ അജയനും ആദർശമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നയനയുടെ വാർത്ത അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടി നല്ലൊരു റിപ്പോർട്ട് തന്നെ ആ വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നയനയെ കുറിച്ചും നയനയുടെ കഴിവുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നയന കളക്ഷൻസ് ഇപ്പോൾ മൂർത്തി ജ്വല്ലറിയിൽ ഭയങ്കര തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. നയനയുടെ കഴിവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആദർശമാണല്ലോ നയനയുടെ കഴുത്തിൽ ആ നെക്ലേസ് അണിയിച്ചു കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ MD ആദർശ് ജയനാരായണൻ തന്നെയാണ് ഇങ്ങനെ കഴുത്തിൽ ആ മാല അണിയിച്ച് ഇതിങ്ങനെ പ്രദർശിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടായിരുന്നേ. അപ്പം നവ്യയ്ക്കാണെങ്കിലും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നയനയ്ക്കാണെങ്കിലും ഭയങ്കര ഒരു അതിശയമാണ് ഇത് ന്യൂസ് ചാനലിൽ എങ്ങനെ വന്നു എന്നുള്ളത് കേട്ടോ. ജലജയാണെങ്കിലും വായും പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ജലജയ്ക്കാണെങ്കിൽ അതങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല.
നയനയുടെ ഡിസൈൻ ചെയ്യാനുള്ള കഴിവിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ദേവയാനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ദേവയാനിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിന്ന് തന്നെയാണ് ആ വാർത്ത ആസ്വദിക്കുന്നത്. പക്ഷേ അതാരും ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് ജയനാണെങ്കിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, മോനെ ഈ നയന എന്നുള്ള പേര്, നയന കളക്ഷൻസ് എന്നുള്ള പേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ അതിങ്ങനെ ക്ലിക്ക് ആവും എന്നുള്ളത്, ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നയന വാർത്തയ്ക്ക് കഴിഞ്ഞ ശേഷം ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതാരാ അങ്ങനെ ചാനലുകാർക്ക് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ആദർശല്ലല്ലോ കൊടുത്തത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാനല്ല കൊടുത്തതെന്ന് പറയുമ്പോൾ പിന്നെ ആദർശേട്ടനല്ലാതെ ആരാ കൊടുത്തത്, ആദർശേട്ടനല്ലേ ഇങ്ങനെ ഓൺലൈൻ ചാനലിൽ കൊടുത്തതെന്ന് പറയുമ്പോൾ അത് ഞാനല്ല കൊടുത്തത്, കമ്പനിയിലെ ഒരു സ്റ്റാഫാന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഇതിങ്ങനെ വൈറലാവുന്നൊന്നും വിചാരിച്ചതല്ല, ഞാനിങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതുമല്ല, ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അതൊരു നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുപോലെ പിന്നെ ജലജ പറയുന്നുണ്ടായിരുന്നു, നവ്യനോടാണെങ്കിലും നീയാണല്ലോ ഇപ്പോൾ സിനിമാ നടിയൊക്കെ ആവാനായിട്ട് നടന്നിരുന്നത്, എന്നാൽ പിന്നെ നിൻ്റെ കഴുത്തിൽ ആ നെക്ലേസ് അണിഞ്ഞിട്ട് വീഡിയോ എടുത്താൽ പോരായിരുന്നോ, ഫോട്ടോ എടുത്താൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്തായാലും വേണ്ട, നയന ചെയ്ത് ഡിസൈൻ അവളുടെ പേരിൽ തന്നെ ആ ക്രെഡിറ്റ് ഇരുന്നോട്ടെ, എന്തായാലും നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ നവ്യാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നയനയോട്. പിന്നീട് ജലജയ്ക്കും അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇപ്പോൾ മോളുടെ ആ വീഡിയോ വൈറലായതുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് ന്യൂസ് ചാനലിലൊക്കെ വന്നുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ നല്ലൊരു പരസ്യമാണ് കിട്ടിയിട്ടുള്ളത്, എന്തായാലും ഇത്തവണത്തെ വിഷുവിന് നമ്മൾ ഷട്ടറിട്ട് സെയിൽ നടത്തേണ്ടി വരുന്നാവും തോന്നുന്നത്, അത്രയ്ക്ക് തിരക്കായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ജലജ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇവളെ പുകഴ്ത്താനേ ഇവിടെ എല്ലാവർക്കും നേരം കാണുള്ളൂ എന്ന് കേട്ടോ. പിന്നീട് ജയനാണെങ്കിലും ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ബിസിനസ് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ, അതിനുള്ളിലൊരു കലയുണ്ട് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല എന്ന് പറയട്ടോ. എന്തായാലും ഈ വാർത്ത ഇപ്പം അച്ഛൻ അറിഞ്ഞു കാണുമോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, എന്തായാലും ഇങ്ങനെ അച്ഛന് ഇത് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അച്ഛനിപ്പോൾ തീർത്ഥാടനത്തിലാണല്ലോ, എന്തായാലും അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് ആദർശിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു സ്ഥാനം തരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ മോളുടെ അമ്മായിയമ്മ എതിർത്താലും അച്ഛനത് തന്നിരിക്കും എന്ന് പറയാണ്. എന്തായാലും മരുമോളുടെ മുഖം കാണണ്ടെന്ന് വെച്ചിട്ടാണല്ലോ മോളെ ഇങ്ങനെ അമ്മായിയമ്മ ആദർശിനൊപ്പം ജ്വല്ലറിയിലേക്ക് വിട്ടത്, അതിപ്പോൾ നല്ലൊരു കാര്യമായി എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നീട് ജലജയാണെങ്കിലും പറയാണ്, അപ്പം നമ്മുടെ ജ്വല്ലറിയിൽ ഒരു പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അത് അണിയുന്നത് ഏട്ടത്തിയായിരുന്നു, എന്നിട്ട് നമ്മളിങ്ങനെ ഒരു സിനിമാ താരത്തെ പോലും വിളിച്ച് അത് അണിയിക്കാറുള്ളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയാണ്, ഞാനിപ്പോൾ ഒരു പുരാവസ്തു ആയല്ലോ, പോരാത്തതിന് എനിക്ക് പല അസുഖങ്ങളും ഉണ്ട്, അപ്പം എന്തായാലും ഇവള് ഡിസൈൻ ചെയ്ത ആഭരണം എനിക്ക് അണിയാൻ വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവൾ തന്നെ അത് അണിഞ്ഞോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, അതിനോട് എനിക്കും വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ അത് കഴുത്തിൽ അണിയാൻ വേണ്ട എന്ന് പറഞ്ഞ് നവ്യാണെങ്കിലും ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് നൈന കളക്ഷൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ ചാനലിലൊക്കെ വാർത്ത വന്നത്. അപ്പം നൈന കളക്ഷൻ എന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങനെ ജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേരെന്തായാലും ക്ലിക്കാവും എന്നുള്ളത്. അപ്പോൾ അത് ആദർശേട്ടൻ്റെ സംഭാവനയാണ്, ആദർശേട്ടനാണ് ആ പേര് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ നൈന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതും അങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദേവയാനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നയനയാണെങ്കിലും ഇതെല്ലാം അവർ പറയുന്ന സമയത്തും ദേവയാനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവയാനിയുടെ മുഖത്തും ഇടയ്ക്ക് നല്ല ചിരിയും സന്തോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നയന അതൊക്കെ ഇങ്ങനെ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന നോക്കുന്ന സമയത്ത് ദേവയാനി ഒരു ദേഷ്യത്തിലും ഇഷ്ടമില്ലാത്ത പോലെയൊക്കെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് എന്തായാലും ചെറുതായിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദനാണെങ്കിലും ഇപ്പോഴത്തെ ചൂടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ കൊടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നന്ദു അവിടേക്ക് വരുന്നത്. നന്ദു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഏത് സമയം ഇങ്ങനെ ന്യൂസും കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛൻ ഇപ്പം നല്ലൊരു വാർത്ത വന്നപ്പോൾ ന്യൂസ് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോണിൽ നയനയുടെ ആ വാർത്ത വന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ വാർത്ത കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നയനെ കുറിച്ച് പറയുന്നതും എല്ലാം തന്നെ അവർ കേട്ടിട്ട് അവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ മോളുടെ പേരിലായിരിക്കും ഇങ്ങനെ മൂർത്തിസ് ജ്വല്ലറി ഇങ്ങനെ അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ മോൾക്ക് വലിയതായിട്ട് ഇങ്ങനെ സ്ത്രീധനമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ അനാമികയ്ക്കും അവളുടെ അച്ഛനും അമ്മയും നമ്മളെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. മോളുടെ ഡിസൈൻ കൊണ്ട് ഇപ്പോൾ മൂർത്തിസ് ജ്വല്ലറി ഒരുപാട് ലാഭം ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുകയാണ്, അനാമികയെ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞാണ് ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി പറ്റിയിട്ടുള്ളത്, അതിൻ്റെ ഒരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് കനക പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് നന്ദുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇനിയിപ്പോൾ നീ അവൻ്റെ സങ്കടം കണ്ണീരൊപ്പാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ നന്ദുവിനെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു വാർത്തയാണ് വന്ന് പറഞ്ഞത്, എന്നിട്ട് അമ്മ ഇപ്പോൾ അതും വഴി തിരിച്ച് വിട്ടോ എന്ന് പറഞ്ഞിട്ട് നന്ദു ദേഷ്യത്തോടെ അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ട് നിൽക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണ് പിടിച്ച് വാങ്ങിക്കുന്നുണ്ടായിരുന്നേ. അമ്മ ഒന്നുകൂടെ ആ വീഡിയോ കാണട്ടെ എന്ന് പറയുമ്പോൾ നന്ദു കൊടുക്കുന്നില്ല കേട്ടോ. അമ്മയുടെ ഫോണിലും ഇങ്ങനെ ഈ ഒരു വീഡിയോ ഒക്കെ കിട്ടും, അതിലങ്ങ് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് അങ്ങ് പോവാണ്.
പിന്നീട് ആദർശാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈന അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇത്ര ചിരിക്കാനെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നൈനേനെ ആദർശിൻ്റെ കൂടെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ഓഫീസിലേക്ക് വിട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിന്നെ ഇങ്ങനെ എൻ്റെ കൂടെ അമ്മ ഓഫീസിലേക്ക് വിട്ടത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നത്. ആദ്യമൊക്കെ നീ എനിക്കൊപ്പം ഓഫീസിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നൈനയുടെ ഡിസൈനിനെ പറ്റിയൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിന്റെ ഡിസൈനൊക്കെ മറ്റുള്ള ജ്വല്ലറിക്കാരൊക്കെ ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കി കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിന്നോട് അവർക്ക് ഇങ്ങനെ ആർക്കും മത്സരിക്കാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നീട് നൈനയോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പം നിനക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കാം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അതിനായിട്ട് ആദർശമായിട്ട് ഒന്നും ചെയ്യണ്ട, അവർ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ, അപ്പോൾ വേണമെങ്കിൽ ഞാൻ പങ്കെടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ അധികം പെൺകുട്ടികളും ഇങ്ങനെ പുറത്തൊക്കെ പോയി ജോലി ചെയ്യാനാണല്ലോ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നൈനയ്ക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ പണ്ടത്തെ പോലെ എല്ലാ കാരണവന്മാരും ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ സമ്മതിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈനയ്ക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ നൈനേനെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെയാണെങ്കിലും ആദർശിന് ഭയങ്കര നേട്ടമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. പിന്നെ കല്യാണിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നേ. കല്യാണിയാണെങ്കിലും അവളുടെ ഇതിലും ഇങ്ങനെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് അവളെയും കൂട്ടായിരുന്നു, എന്നാൽ പിന്നെ കമ്പനിയുടെ ഉയർച്ച ഇതുപോലെയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കനക വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കനകയാണെങ്കിലും ന്യൂസ് കണ്ടിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ന്യൂസൊക്കെ കണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ന്യൂസ് ഇങ്ങനെ ടി വിയിൽ കണ്ടില്ല, നന്ദൂട്ടം ഫോണിൽ കാണിച്ചു തന്നു എന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദന് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആ നെക്ലേസ് അണിഞ്ഞ് നിന്നപ്പോൾ മോള് നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നൈനയോട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദർശേട്ടനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ആദർശമോനോട് അഭിനന്ദനം പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ആദർശിന് ഫോൺ കൊടുക്കുന്നുണ്ടായിരുന്നേ. ആദർശേട്ടൻ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാമെന്ന് പറയൂ കേട്ടോ. ആദർശ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, നൈനയുടെ കഴിവിനെ ഇങ്ങനെ നാലാൾ അറിയുന്നതിൽ മോൻ എത്തിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പോൾ ആദർശല്ലല്ലോ അതിങ്ങനെ ന്യൂസിലൊന്നും കൊടുത്തത്, അപ്പോൾ അതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനല്ല കൊടുത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മോനും അതിൽ നല്ലൊരു പങ്കുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അച്ഛൻ്റെ അടുത്തു നിന്നല്ലേ ഇങ്ങനെ നൈന ഈ കഴിവൊക്കെ പഠിച്ചെടുത്തത്, അതുകൊണ്ട് അച്ഛനും ഇരിക്കട്ടെ ഒരു അഭിനന്ദനം എന്നൊക്കെ പറയും. എന്നിട്ട് എന്തായാലും പിന്നെ കോൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ആദർശിനോട് നൈനയോടൊക്കെ ഇങ്ങനെ ഒഴിവുണ്ടാകുമ്പോൾ ഇടയ്ക്ക് വീട്ടിലേക്ക് വരാനൊക്കെ പറയുന്നുണ്ടായിരുന്നേ. എന്തായാലും കനകയ്ക്കും ഗോവിന്ദനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ അവരുടെ കല്യാണ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ കനക ഇങ്ങനെ പറയുകയാണ് കേട്ടോ. കല്യാണത്തിന് ഒരുപാട് നാടകങ്ങൾ അരങ്ങേറിയെങ്കിലും ഇങ്ങനെ മൂർത്തി സാർ ഇങ്ങനെ തറപ്പിച്ച് പറയുമായിരുന്നു ആദർശമോൻ നൈനമോളുടെ കഴുത്തിൽ ഇങ്ങനെ താലി കെട്ടണം എന്നുള്ളത്. അപ്പോൾ ആദർശമോൻ ഇങ്ങനെ നൈനമോളുടെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം ഇങ്ങനെ ഇങ്ങനെ നല്ലൊരു മുഹൂർത്തമായിരുന്നു എന്നാണ് ഇങ്ങനെ അവരുടെ പുരോഹിതനടക്കം പറഞ്ഞത്. തുടക്കത്തിലെ ചില ഇങ്ങനെ പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ഇപ്പോൾ അവർ നല്ലൊരു ദാമ്പത്യമല്ല ഇങ്ങനെ നയിക്കുന്നതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് അവരുടെ പുരോഹിതരും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് ശരിയാണ്, എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ആ സമയത്ത് ഇങ്ങനെ മൂർത്തി സാറ് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുകയാണ് കേട്ടോ. എന്തായാലും ഇനിയും ഇങ്ങനെ ഒരുപാട് ഉയർച്ചയിലേക്ക് മൂർത്തീസ് ജ്വല്ലറി പോവും. അത് മൂർത്തീസ് ജ്വല്ലറിയുടെ വളർച്ചയിൽ നമ്മുടെ നൈനമോളുടെ കയ്യൊപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കനകയും ഗോവിന്ദനും. പിന്നീട് നൈനയെ കാണിക്കുന്നുണ്ട്. നൈന എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.